ആദ്യം തന്നെ ഒരു പാനിലോട്ട് നമുക്ക് 2 തക്കാളി ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വേവാൻ വെക്കാവേ. അതവിടുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും ഒരു ബൗളിലോട്ട് 1 കപ്പ് ആട്ടപ്പൊടി, 1 കപ്പ് മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ആ തക്കാളി വേവാൻ വെച്ചില്ലേ അതിൻ്റെ ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ആ ചാറ് മാത്രം മതി. മിക്സിയിലിട്ട് നല്ലപോലെ പ്യൂരി ആക്കിയിട്ട് അതിനെ ആട്ടപ്പൊടിയും മൈദപ്പൊടിയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ലേ അതുപോലെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം ഇതുപോലെ. എന്നിട്ട് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് അതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അതോടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും ഒരു പാത്രത്തിലോട്ട് ഞാൻ 3 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ സവാള, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, കൊത്തിയരിഞ്ഞ സവാള, മല്ലിയില, ഒരു 2 ടീസ്പൂണോളം പാലും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നല്ല മിക്സാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നല്ലപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ പച്ചമുളക് വേണ്ട, കുരുമുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ കുഴച്ച് മാറ്റി വെച്ചിരുന്നില്ലേ ആട്ട, ആ പൊടിയെടുത്ത് ഒന്നും കൂടെ നല്ലപോലെ മിക്സാക്കിയിട്ട് ഞാൻ അതിനെ ഒരു 7 ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ ഇച്ചിരി കൂടെ കനം കുറച്ച് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇതുപോലെ ആട്ടപ്പൊടിയൊക്കെ തൂവി നല്ലപോലെ പരത്തിയെടുക്കുക. അതിലെല്ലാം കിടക്കുന്നുണ്ടോ ടൊമാറ്റോ പ്യൂരിയുടെ ഇതൊക്കെയാണ് ചപ്പാത്തിക്കകത്തെല്ലാം കിടക്കുന്നത്. അതിലോട്ട് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഇതാക്കി ഇച്ചിരി ഒന്ന് ഗോതമ്പ് പൊടി ഇങ്ങനെ തൂളി കൊടുക്കണം. ഇതുപോലെ ഒന്ന് തൂളിക്കൊടുത്ത് ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്കിങ്ങനെ സ്ക്വയർ പോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇതുപോലെ കണ്ടോ. ഇനി ഗോതമ്പ് പൊടി ഇല്ലാതെ നമുക്ക് ചെയ്യാം. ചുമ്മാ നല്ലപോലെ ഇച്ചിരി എണ്ണയോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് ഇതുപോലെ സ്ക്വയർ പോലെ ആക്കി പരത്തിയെടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് പരത്തിയെടുക്കാം. ആ സ്ക്വയർ ബോൾസ് ഇല്ലേ അതിനെ ഒന്ന് നല്ലപോലെ നമ്മൾക്ക് പരത്തി കണ്ടോ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ചെറിയ കട്ടിയിരുന്നോട്ടെ. അതിനെ നമ്മൾ ആ മുട്ട മിക്സ്ചറില്ലേ, ആ മുട്ട, ചില്ലി ഫ്ലേക്സ്, മല്ലിയില, സവാള, പാല് എല്ലാം ഒഴിച്ച് ആ മിക്സിലോട്ടിട്ട് ഒന്ന് ഇതുപോലെ മുക്കിയെടുക്കാവേ. 2 സൈഡും നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല ചൂടായി കിടക്കുന്ന പാനിലോട്ടിട്ട് കണ്ടില്ലേ, വേണമെങ്കിൽ മേളിലോട്ട് ഇച്ചിരി ആ സവാളയൊക്കെ വേണമെങ്കിൽ ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് തിരിച്ചും മറിച്ചും ഇടുമ്പം തന്നെ നല്ല ബോൾ പോലെ ഇത് വീർത്ത് വരും കേട്ടോ. അഥവാ ഇതിങ്ങനെ ബോൾ പോലെ വീർത്ത് വന്നില്ലെങ്കിൽ നമ്മൾ ആ കുഴച്ചത് ശരിയാവാഞ്ഞിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇട്ടാലും ഇതിങ്ങനെ നല്ല വീർത്ത് വരും. നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും പിന്നെ മക്കളൊക്കെ 4 മണിക്ക് സ്കൂളിൽ വിട്ട് വരത്തില്ലേ, അപ്പം നല്ല ചൂടോടെ ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കി ഇച്ചിരി ചായയോ കാപ്പിയോ പാലോ ഹോർലിക്സോ ഒക്കെ ആയിട്ട് മക്കൾക്ക് കൊടുക്കാം കേട്ടോ. ഈസി റെസിപ്പിയല്ലേ, പ്രത്യേകിച്ച് അങ്ങനെ കറിയൊന്നും വേണ്ടില്ല. കണ്ടില്ലേ അടുത്തതും അങ്ങനെ വീർത്ത് വന്ന്, ഞാൻ എല്ലാം കാണിക്കുന്നില്ല. അങ്ങനെ എൻ്റെ 7 ചപ്പാത്തിയും ഞാൻ നല്ലപോലെ, അത്രയും ചപ്പാത്തിക്ക് കറക്റ്റായിരുന്നു കേട്ടോ. ആ മുട്ട 3 മുട്ട അത് കറക്റ്റായിരുന്നു ആ മസാല. ഇതുപോലെ ആക്കി കണ്ടില്ലേ, ടൊമാറ്റോ എഗ് ചപ്പാത്തി റെഡി. നിങ്ങൾക്കിതിനെ ചപ്പാത്തിന്നോ പൊറോട്ടയെന്നോ ഇഷ്ടമുള്ളത് വിളിക്കാം കേട്ടോ. എന്താണേലും ചൂടോട് തിന്നാൻ നല്ല ടേസ്റ്റുള്ളൊരു ചൂടോട് ചുട്ടിയിട്ട് കഴിക്കണം. നല്ല ലെയറൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ടൊമാറ്റോ എഗ് ചപ്പാത്തി കണ്ടില്ലേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.